കുട്ടികൾ മുടി കടിച്ചു തിന്നുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മുടി കടിച്ചു തിന്ന് എന്താ സംഭവിക്കുക? ചില കുട്ടികളോ ഈവൻ മുതിർന്നവർ വരെ പലതും ഇങ്ങനെ വായിലിട്ട് കടിച്ചു തിന്നാറുണ്ട്. നൂല്, അങ്ങനെയുള്ള പല സാധനങ്ങൾ അപൂർവമായി പലരും ചെയ്യാറുണ്ട്. കുട്ടികളിലാണ് ഇത് കൂടുതലായി കണ്ടുവരാറ്. അപ്പോൾ ഇത് കടിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് വയറിനുള്ളിൽ പോയി ഒന്നോ രണ്ടെണ്ണോ ആണെങ്കിൽ അത് പതുക്കെ മലത്തിനൂടെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ ഇതൊരു ശീലമാക്കിയാൽ അത് ക്രമേണ അത് വയറ്റിനുള്ളിൽ അടിഞ്ഞുകൂടും. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും അതുപോലെ കുടലിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ട്രൈക്കോബെസാർ. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, റാപ്പുൻസൽ സിൻഡ്രോം എന്നാണ് ഇതിൻ്റെ പേര്. റാപ്പുൻസൽ എന്നത് ഒരു രാജകുമാരിയുടെ പേരാണ്. യക്ഷിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ നീണ്ട മുടി ഉപയോഗിച്ച് രാജകുമാരനെ വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ കയറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കഥയാണ് റാപ്പുൻസലിൻ്റേത്. ഞാൻ ഡോക്ടർ പീതാംബരൻ, പാലക്കാട് നെമ്മാറ ആവൈറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സർജിക്കൽ ഗ്യാസ്ട്രോളജിസ്റ്റാണ്. ഇന്ന് ഞാനൊരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. കുട്ടി ഭക്ഷണം ശരിക്ക് കഴിക്കുന്നില്ല, അതുപോലെ കുട്ടിയുടെ വളർച്ച പോരാ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. കൂടുതൽ പരിശോധനയിൽ നിന്ന് കുട്ടിക്ക് വയറ്റിനുള്ളിൽ എന്തോ ഒരു കെട്ടിനിൽക്കുന്നത് പോലുള്ളൊരവസ്ഥ കണ്ടെത്തി കുട്ടിയെ കൂടുതൽ വിദഗ്ധ ടെസ്റ്റുകൾക്കായി വിധേയമാക്കി. സ്കാനിങ്ങിൽ മുടിക്കെട്ട് പോലെ എന്തോ ഒന്ന് കെട്ടിനിൽക്കുന്നത് പോലെ തോന്നി. സാധാരണഗതിയിൽ ചെറിയ മുടിക്കെട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി വഴി എടുത്തു കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എൻഡോസ്കോപ്പിക്കുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. സ്കാനിങ്ങിൽ കണ്ട മുടിക്കെട്ട് പക്ഷേ കുറച്ച് വലുതായതുകൊണ്ട് എൻഡോസ്കോപ്പിയിലൂടെ എടുത്തു കളയാൻ പറ്റും എന്ന് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ വയറ് തുറന്നെടുക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ കുട്ടിയെ എൻഡോസ്കോപ്പിക്ക് വിധേയമാക്കി. എൻഡോസ്കോപ്പിയിൽ കെട്ടിക്കിടക്കുന്ന ഉണ്ടയായി കിടക്കുന്ന മുടിക്കെട്ട് കാണാൻ പറ്റി. അത് വലിക്കുവാൻ നോക്കി, പക്ഷേ അത് വലുതായതുകൊണ്ട് വരുന്നുണ്ടായിരുന്നില്ല. മുറിക്കുവാൻ നോക്കി, കഷ്ണമായി മുറിക്കുവാൻ നോക്കി, എന്നാലും ഇതിൻ്റെ വലിപ്പം കാരണം അതും ഫലവത്തായില്ല. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വയറ് തുറന്നെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സാധാരണഗതിയിൽ വലിയൊരു മുറി ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ ചെയ്ത കാര്യങ്ങൾ എൻഡോസ്കോപ്പി വഴി വയറിനെ വീർപ്പിച്ച് ഒരു ട്രാൻസിലുമിനേഷൻ ചെയ്യുക, അതായത് ഉള്ളിലുള്ള വെളിച്ചം പുറമേക്കുള്ള കാണുന്ന വിധത്തിൽ ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ചെറിയൊരു മുറി ഉണ്ടാക്കി ഇതെടുക്കുവാനുള്ള പ്ലാനാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എവിടെയാണെന്നുള്ളത് കാണാൻ പറ്റും. എന്നിട്ട് ചെറിയൊരു മുറി ഉണ്ടാക്കി ആ മുറി പതുക്കെ വലുതാക്കിയതിന് ശേഷം ആമാശയം നമുക്ക് കാണാൻ പറ്റും. ആമാശയത്തിന് നമുക്ക് തുറന്ന ശേഷം ആ ഉള്ളിലുള്ള മുടിക്കെട്ട് പതുക്കെ വലിക്കാൻ നോക്കി. പക്ഷേ അതിൻ്റെ വലിപ്പം കൂടുതൽ തന്നെയായിരുന്നു, പെട്ടെന്ന് വരുന്നില്ല. അതിൻ്റെ താഴെയുള്ള ഭാഗം, അതായത് അധികം കട്ടിയില്ലാത്ത ഭാഗത്തെ പതുക്കെ അധികം ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ, മുറിഞ്ഞു പോകരുത്, വലിച്ചെടുക്കുകയായിരുന്നു. ഇതിൽ തന്നെ മുടിക്കെട്ടുകൾ മാത്രമല്ല കുറേ നൂലുകളും കാണാൻ പറ്റുന്നുണ്ട്. ഈ നൂല്, മുടി എല്ലാം കൂടി ചേർന്നൊരു കെട്ടായിട്ടാണ് കുട്ടിയുടെ വയറിലുണ്ടായിരുന്നത്. അപ്പോൾ താഴെയുള്ളത് എടുത്ത ശേഷം പിന്നെ മേലെയുള്ള വളരെ ഉണ്ടയായിട്ടുള്ള ഭാഗത്തെ വലിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഉണ്ടാക്കിയ മുറിവ് വളരെ ചെറുതായതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മുറിവ് കുറച്ചുകൂടി വലുതാക്കി പതുക്കെ വലിച്ചെടുക്കുവാനുള്ള ശ്രമമാണ്. വീണ്ടും മുറിവിൻ്റെ വലിപ്പം തികയുന്നില്ല, കുറച്ചുകൂടി വലുതാക്കി മുറിവിൻ്റെ വലിപ്പം പരമാവധി കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെ മുറിവിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വേദനയും കൂടും. വളരെ വലുപ്പമായതുകൊണ്ട് അത്യാവശ്യം ശ്രമകരമായ ദൗത്യമാണ്. കുറേശ്ശെ പതുക്കെ സൈഡിൽ നിന്ന് വലിച്ച് അതിൻ്റെ അവസാനം എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഏകദേശം അവസാനമായി വലിയൊരു കെട്ട് തന്നെയാണ് കാണുന്നത്. ഏകദേശം മുഴുവനായി പുറത്ത് വന്നിരുന്നു.
ആ വയറിനുള്ളതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ വയറിനെ തുന്നി അടയ്ക്കുന്നു. ഏകദേശം 4.5 സെൻറ്റിമീറ്റർ നീളമുള്ള മുറിയാണ് ഉണ്ടായിരുന്നത്. 45 സെൻറ്റിമീറ്ററോളം നീളമുള്ള വലിയൊരു മുടിക്കെട്ടാണ് ആ കുട്ടിയുടെ വയറ്റിൽ നിന്ന് എടുത്തത്. 3 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. നോർമലായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുട്ടിക്കുള്ള ഇങ്ങനെ മുടി കടിക്കാതിരിക്കാനുള്ള കൗൺസിലിംഗ് എല്ലാം കൊടുത്തു. കുട്ടി വളരെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ദഹന പ്രക്രിയയ്ക്ക് പറ്റാത്ത പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചവച്ച് വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് ദഹിക്കാതെ അവിടെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.